ഈ ആ സമയത്തൊക്കെ പ്ലേ ബാക്ക് സിംഗിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ആ സമയത്തുണ്ട്. കാരണം വെച്ചാല് ആ സമയത്ത് ഹലോ എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങിയ ശേഷമാണ് പോകുന്നത്. അതിനകത്ത് ഞങ്ങളൊരു പാട്ടങ്ങൾ ഒന്നിച്ച പാടിയ അവസരം കടുകിട്ട് വറക്കണ കടക്കണ്ണും മടിച്ചെന്ന് ആ പാട്ടിന് കഥ വേറെ ഉണ്ട്. കാരണം ആക്ച്വലി ക്ലാസ്മേറ്റ്സിൽ കമ്പോസ് ചെയ്ത പാട്ടാണത്. ഞാൻ ഈ കമ്പോസിങ്ങിന് ഫുള്ള് ഉണ്ട്. എന്നെ പ്ലേ ബാക്ക് ആക്കിയത് അലക്സ് പോൾ ആണ്. സിദ്ദിഖ് ലാലിന്റെ ആ കുടുംബത്തോടുള്ള എന്റെ നന്ദി പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല, ഞാൻ എവിടെയും പറയും. കാരണം എന്റെ ഫസ്റ്റ് ട്രാക്ക് പാടുന്നത് ദാസേട്ടന് വേണ്ടിയിട്ടാണ്, തൊമ്പനും മക്കൾ എന്നുള്ള പടത്തില്. അതുപോലെ ഫസ്റ്റ് പടം പാടുന്നതും അലക്സ് പോൾ ചേട്ടൻ്റെ കൂടെയാണ്, അതും സിദ്ദിഖ് ലാൽ ഫാമിലി തന്നെയാണ്. അങ്ങനെ കുറെ കൂടുതൽ ഞാൻ പാടിയിരുന്ന അലക്സ് ചേട്ടൻ്റെ പാട്ടുകളാണ്. ആ സമയത്ത് ഈ ഹലോ എന്ന് പറഞ്ഞ പടത്തിന്റെ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴും അതിന് മുന്നെയാണ് ഈ ക്ലാസ്മേറ്റ്സ് എന്ന പടം, അതിന്റെ എല്ലാ കമ്പോസിങ്ങിനും ഉണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് ഈ കടുകിട്ട് വറക്കണം എന്നുള്ളത് അതൊരു ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു കോളേജിന്റെ സെറ്റപ്പായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇവര് ഷൂട്ട് ചെയ്യാൻ. പക്ഷേ ലാൽ ജോസേട്ടൻ പുള്ളി അവിടെ ബഹ്റിനിൽ എന്തോ ആവശ്യം പോയിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് ക്യാമ്പസ് നേരെ കേരളത്തിലേക്ക് മാറ്റാൻ, ക്യാമ്പസിന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ബാംഗ്ലൂർ മാറ്റിയിട്ട് നേരെ CMS കോളേജില്ലേ കോട്ടയം, അവിടത്തേക്കാണ് വരുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് മാറി. അപ്പൊ അവിടെ വേണ്ട പാട്ട് അതല്ല, അക്ഷരം കടുകിട്ട് വറക്കണം എന്നുള്ള അങ്ങനെ വേണ്ടിയിട്ട് ചെയ്ത പാട്ടാണ്. അങ്ങനെ ഈ പാട്ട് മാറ്റുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ആ പാട്ടിന്റെ ഇതെല്ലാം കഴിഞ്ഞ് മറ്റേ പാട്ട് ക്ലാസ്മേറ്റ്സ് കാറ്റാടിത്തലിൽ വന്നു, അത് മാറ്റിയപ്പോൾ നമുക്ക് ചാൻസ് കിട്ടി. അപ്പൊ എന്തായാലും അതിനകത്തൊരു ഭാഗമാകാൻ പറ്റി നമുക്ക്. കാരണം അത് ആ പാട്ടാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗ്യാതറിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് പോയാലും ഒന്നിലേക്ക് വളമാവുന്ന പോലെ നമുക്ക് കിട്ടി.